ഇന്ന് നമുക്ക് നല്ലൊരു ചീരത്തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നല്ല ചുവന്ന ചീര ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മിയെടുക്കണം. കൈ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് തിരുമ്മിയെടുക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ തേങ്ങ കുറഞ്ഞു പോയതുപോലെ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു അര കപ്പോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരി ഇഷ്ടമുള്ളവരാണെങ്കിൽ 4 ചേർക്കാം. നമ്മളിവിടെ അധികം എരി അങ്ങനെ യൂസ് ചെയ്യില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു സവാളയുടെ പകുതി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ചീരത്തോരൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ചീരത്തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒരുപാട് നേരം ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം മിക്സ് ആവുന്നത് വരെ ഇളക്കിയാൽ മതിയാകും. ഇനി ഒരു 4 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഓപ്പണായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോകും. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. താങ്ക്